പ്രിയമുള്ളവരെ, നമസ്കാരം. ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനന്റെ ചിന്താസരണികളിലെ ഒരു ഏടുമായി വായനാ വഴിയിൽ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഗീതപ്രഭയാണ്. സ്നേഹവും ലൈംഗികതയും മനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും എന്നാൽ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നതുമായ ഒന്നാണ് സ്നേഹവും ലൈംഗികതയും തമ്മിലുള്ള ബന്ധം. ഇവ രണ്ടും പരസ്പര പൂരകങ്ങളാണോ അതോ സ്വതന്ത്രമാണോ എന്നത് വലിയൊരു ചോദ്യമാണ്. സ്നേഹം എന്നത് വൈകാരികവും ആത്മീയവുമായ ഒരു അവസ്ഥയാണ്. കരുതൽ, വിശ്വാസം, ബഹുമാനം, ത്യാഗം എന്നിവ ഇതിന്റെ പ്രധാന ഘടകങ്ങളാണ്. എന്നാൽ ലൈംഗികത എന്നത് ശാരീരികവും ജീവശാസ്ത്രപരവുമായ ഒരു ചോദനയാണ്. മനുഷ്യന്റെ പ്രത്യുൽപാദന ശേഷിയുമായും ശാരീരിക ആനന്ദവുമായും ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. പല മനഃശാസ്ത്രജ്ഞന്മാരുടെയും അഭിപ്രായത്തിൽ ആരോഗ്യകരമായ ഒരു പ്രണയബന്ധത്തിൽ ലൈംഗികതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. പങ്കാളികൾ തമ്മിലുള്ള വൈകാരികമായ അടുപ്പം പ്രകടിപ്പിക്കാനുള്ള ഒരു ഉപാധിയാണ് ലൈംഗികത. പരസ്പരമുള്ള വിശ്വാസവും സ്നേഹവും ഉള്ളപ്പോൾ ലൈംഗികത കൂടുതൽ അർത്ഥവത്താകുന്നു. സ്നേഹപൂർവമായ ശാരീരിക ബന്ധങ്ങൾ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സന്തോഷം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ലൈംഗികത ഇല്ലാത്ത സ്നേഹത്തെ പ്ലാറ്റോണിക് ലവ് എന്ന് വിളിക്കുന്നു. സുഹൃത്തുക്കൾ തമ്മിലും സഹോദരങ്ങൾ തമ്മിലുമുള്ള സ്നേഹം ഇതിന് ഉദാഹരണമാണ്. ഇവിടെ ശാരീരികമായ ആകർഷണത്തെക്കാൾ വൈകാരികമായ ബന്ധത്തിനാണ് മുൻഗണന. അതേസമയം സ്നേഹമില്ലാതെ ശാരീരിക ചോദനകളെ മാത്രം തൃപ്തിപ്പെടുത്തുന്ന അവസ്ഥയെ കാമം എന്ന് വിളിക്കുന്നു. ഇതിന് ദീർഘകാലാടിസ്ഥാനത്തിൽ നിലനിൽപ്പില്ലെന്ന് പലരും കരുതുന്നു. സാഹിത്യത്തിലും കലയിലും സ്നേഹവും ലൈംഗികതയും എക്കാലവും പ്രധാന വിഷയങ്ങളാണ്. അതെ, നിലനിൽപ്പുള്ള സ്നേഹമാണ് നമുക്ക് വേണ്ടത്. അനശ്വരമായ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ അവിടെ പൂർണ്ണതയുള്ളൂ എന്ന സന്ദേശമാണ് പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനൻ നമുക്ക് നൽകുന്നത്. പ്രിയ സൗഹൃദങ്ങളെ, ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മറ്റൊരു പ്രഭാത ചിന്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.